ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചന്ദ്രക്കാരൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ നല്ലപോലെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ്. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ ബോയിൽ ചെയ്യാൻ വേണ്ടിയാണ്, തിളപ്പിക്കാൻ വേണ്ടിയാണ്. അതിനായിട്ട് നമ്മൾ ഓരോ മാങ്ങയായിട്ട് നമ്മൾ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആ മാങ്ങ അതിൽ കിടന്ന് തിളയ്ക്കണം. അപ്പം ഈ മാമ്പഴ പുളിശ്ശേരിക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാങ്ങ ചന്ദ്രക്കാരൻ മാങ്ങയാണ്. അത് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ മാങ്ങയായിട്ട് നമ്മൾ പറക്കി നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിന് മീതെ ഒന്നായിട്ട് വെക്കരുത്, എല്ലാം ബൗളിൽ നിറഞ്ഞ് നിൽക്കത്തക്ക രീതിക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, ഒരു അര സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടുക, എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയ്ക്ക് ഉപ്പിടുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഞാൻ കുറച്ചും കൂടെ ഉപ്പിടുന്നുണ്ട്. ഇവിടെ ഉപ്പ് എനിക്ക് അളവത്ര ശരിയായില്ല, അതുകൊണ്ട് പിന്നെ ഇടുകയാണ്. എന്നിട്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം തിളയ്ക്കണം എന്ന് പറഞ്ഞ് മാങ്ങ വെന്ത് പോകരുത്. ഈ സമയം തന്നെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ നല്ലപോലെ ബോയിലായതിന് ശേഷമാണ് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. മാങ്ങ ഓവറായിട്ട് വെന്ത് പോകാനും പാടില്ല, എന്നാൽ തീരെ വേവാതെ കിടക്കാനും പാടില്ല. ഇനി നമ്മൾ ഇതിന് വേണ്ടി അരപ്പരയ്ക്കാൻ പോവാണ്. അരപ്പിനായിട്ട് നമുക്ക് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കടുകാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കടുക് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മളിതൊരു പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി ഈ പേസ്റ്റ് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച മാങ്ങയുടെ കൂട്ടിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേസ്റ്റ് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. നമ്മൾ എത്ര പേസ്റ്റ് എടുത്തോ അത്ര പേസ്റ്റും നമ്മൾ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇനി അടുത്ത് നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലപോലെ തിളയ്ക്കണം, കാരണം അരപ്പും മാങ്ങയും എല്ലാം കൂടെ മിക്സ് ആവണം. ഇനി ഈ ഒരു മിക്സായ ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കുവാണ്. കട്ടി തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തൈര് ചേർക്കുക. തൈര് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുവറുത്തിടാം. കടുവറുത്തിടാനായിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ 1 സ്പൂൺ ഓയിൽ ഒഴിക്കുക. ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് ഇടുക. കടുകിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ഉള്ളി ആഡ് ചെയ്യുകയാണ്. ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം കറിവേപ്പില ആഡ് ചെയ്യും, വറ്റൽമുളക് ആഡ് ചെയ്യും. അതായത് എല്ലാ കറികൾക്കും നമ്മൾ താളിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതിനും താളിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. കണ്ടില്ലേ, ഉള്ളി ഇടുക. ഉള്ളി ഇട്ടതിന് ശേഷം ഉള്ളി നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമ്മളിതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യുകയാണ്. വറ്റൽമുളക് ഞാനിവിടെ ഒരു കുറച്ച് എടുത്തിട്ടുണ്ട്, എനിക്ക് വറ്റൽമുളക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളക് എടുത്തത്. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില ഇട്ട് എല്ലാം നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമ്മളിത് നേരെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഈ സമയത്തെല്ലാം നമ്മൾ മാമ്പഴ പുളിശ്ശേരി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ ഈ കടുവറുത്ത ഈ ഒരു അല്ലെങ്കിൽ താളിപ്പ് ഇതെല്ലാ സ്ഥലത്തേക്കും ആവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഡിഷാണ് ഈ മാമ്പഴ പുളിശ്ശേരി. എല്ലാ കൊച്ചു കുട്ടികൾ തൊട്ട് എല്ലാവർക്കും ഈ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാവും. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ ഉമ്മച്ചി ചെയ്യുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഈ റെസിപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറ് തന്നെ നമുക്ക് ഉണ്ണാം. അപ്പോൾ ഇന്നിവിടെ ഉച്ചയൂണിന് വിഭവങ്ങളായിട്ടുള്ളത് ചോറ്, പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരി. ഞാനിവിടെ രാവിലെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചത്, കാരണം കുറച്ച് നേരം ഇരിക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരിയിൽ എല്ലാം നല്ലപോലെ പിടിക്കും. അതിനായിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ കോവയ്ക്ക ഫ്രൈ ഉണ്ട്. കോവയ്ക്ക ഫ്രൈൻ്റെ റെസിപ്പി ഉടനെ വരുന്നതാണ്. മീൻ കറി ഉണ്ട്.
ഇടിച്ചക്ക തോരനുണ്ട്. ഇടിച്ചക്ക തോരൻ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അതിനുശേഷം മീൻ പൊരിച്ചതുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയാണിന്ന് നല്ലൊരു വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഊണാണ് കഴിച്ചത്. എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഉച്ചയ്ക്ക് പെട്ടെന്നൊരു കറി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ട് പെട്ടെന്നൊരു ഊണ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസും കാണാൻ ശ്രമിക്കുക. താങ്ക്